ഹായ് ഫ്രണ്ട്സ്, ഏത് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോഴും കസ്റ്റമേഴ്സ് നോക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ആ ഇൻഡസ്ട്രി എങ്ങനെ പെർഫോം ചെയ്യുന്നു. രണ്ട്, നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പൊസിഷനിങ് എങ്ങനെയാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഇത് ഒട്ടും വ്യത്യസ്തമല്ല. ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ യഥാർത്ഥ ഹെൽത്ത് ഇൻഡെക്സ് എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയുള്ള ഒരു സമഗ്രമായ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. You are watching Trust Talk. My name is Sanoj Lal, a certified financial planner. Be healthy and wealthy. Today we are decoding IRDA annual report 2022-23. ഇന്ത്യൻ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ അപ്പെക്സ് റെഗുലേറ്റർ ആയ IRDA ആനുവൽ റിപ്പോർട്ട് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന്, പബ്ലിക് സെക്ടർ കമ്പനി. രണ്ട്, പ്രൈവറ്റ് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനി. മൂന്ന്, സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, പബ്ലിക് സെക്ടർ അഥവാ ഗവൺമെന്റ് ഓൺഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിലെ 4 കമ്പനീസ് ആണ് ഈ പബ്ലിക് സെക്ടർ കാറ്റഗറിയിൽ വരുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസ്, നാഷണൽ, ഓറിയന്റൽ, യുണൈറ്റഡ് തുടങ്ങിയവ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, പ്രൈവറ്റ് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനി. ഏകദേശം 21ഓളം കമ്പനികൾ ഈ ഒരു കാറ്റഗറൈസേഷനിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ICICI ലോംബാർഡ്, HDFC എർഗോ തുടങ്ങിയവ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അഥവാ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം ചെയ്യുന്ന കമ്പനികൾ. ഈ ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് സ്റ്റാർ ഹെൽത്ത്, കെയർ ഇൻഷുറൻസ്, നിവ ബൂബ തുടങ്ങിയവ ഉൾപ്പെടും. ഈ കാണിച്ചിരിക്കുന്ന ചാർട്ടിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ പ്രീമിയം കളക്ഷൻ സെക്ടറൽ വൈസ് എങ്ങനെയാണെന്നുള്ളത്. പബ്ലിക് സെക്ടർ കോൺട്രിബ്യൂട്ട് ബൈ 44%. Standalone health insurance company and private sector general insurance company contributed 28% each. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നെറ്റ് ഇൻകേർഡ് ക്ലെയിം റേഷ്യോ. ഒരു ആരോഗ്യ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആരോഗ്യം എങ്ങനെ നമുക്ക് തീരുമാനിക്കാം. കുറച്ച് ലളിതമായി പറയുകയാണെങ്കിൽ, ഒരു കമ്പനി ടോട്ടൽ പ്രീമിയം കളക്ട് ചെയ്തതിൽ എത്ര തുക ക്ലെയിം ആയിട്ട് കൊടുത്തു, ഇതിനുള്ള റേഷ്യോ ആണ് നമ്മൾ ICR എന്ന് പറയുന്നത്. ഇനി സെക്ടറൽ വൈസ് ICR ഒന്ന് നോക്കാം. പബ്ലിക് സെക്ടർ എടുക്കുകയാണെങ്കിൽ 106%, വിച്ച് ഇസ് ഹയസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. ആൻഡ് സെക്കൻഡ്, പ്രൈവറ്റ് സെക്ടർ കമ്പനി 80% ആൻഡ് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി 61%. നെക്സ്റ്റ് we will quickly go through company wise ICR. Among the public sectors, National Insurance Company 102%, the New India Assurance is 103%, the Oriental Insurance Company 130%, and United India Insurance Company which is 90%. പബ്ലിക് സെക്ടറിന്റെ ഒരു ആവറേജ് ICR എടുക്കുകയാണെങ്കിൽ which is come nearly 106%. നെക്സ്റ്റ് പ്രൈവറ്റ് സെക്ടർ ആണ്. Among the private sector, HDFC Ergo leading with 79% of ICR, Tata General Insurance Company is 78%, ICICI Lombard is 77%, SBI General Insurance Company 74%, and Kotak Mahindra General Insurance Company which is 56%. പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനിയുടെ ആവറേജ് ICR എടുക്കുകയാണെങ്കിൽ which is coming nearly 80%. നെക്സ്റ്റ് വൺ നമ്മൾ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. Among the standalone health insurance companies, Star Health which is 65%, Niva Bupa Health Insurance Company 54%, Care Health Insurance 54%, Manipal Cigna 65% and Aditya Birla 65%. So standalone health insurance companyയുടെ ആവറേജ് എടുക്കുകയാണെങ്കിൽ which is come 61% ICR. Here comes my personal recommendation. Health insurance simple ആണ്, പവർഫുള്ളും. പക്ഷെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് പെർഫോമൻസ് വളരെ സൂക്ഷ്മമായി വിലയിരുത്തുക. അതുപോലെ തന്നെ കമ്പനികളുടെ ഓഫേഴ്സ് ആൻഡ് ഫീച്ചേഴ്സിൽ ആകൃഷ്ടരാകാതിരിക്കുക. ഏത് കമ്പനിയാണോ ബെസ്റ്റ് ക്ലെയിം സെറ്റിൽമെന്റ് ഇൻട്രസ്റ്റിൽ കൊടുക്കുന്നത് ആ കമ്പനി തിരഞ്ഞെടുക്കുക, അതായിരിക്കും ഏറ്റവും ഉചിതം. IRDA ആനുവൽ റിപ്പോർട്ട് 2022-23 ഒരു വിശദമായ ഒരു അവലോകനമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിൽ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ I am signing off, സനോജ് ലാൽ.